ശ്രീ യുവരാജ്, ഈ ബി ജെ പി കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിൽ ഒരു സ്പേസ് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ അതിന് അല്പം ആക്കം കൂടുന്നുമുണ്ട്. പ്രത്യേകിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുതലാണ് ഏറെ പ്രതീക്ഷ വയ്ക്കുന്നത്. 11 നിയമസഭാ മണ്ഡലങ്ങളിൽ മുന്നേറ്റം, ഒന്നാം സ്ഥാനത്തും 9 ഇടങ്ങളിൽ രണ്ടാമത് നിൽക്കുന്നു. അങ്ങനെ ഒരു കണക്ക് കൂട്ടലുകളോട് കൂടിയാണ് മുമ്പോട്ട് പോകുന്നത്. അതൊരു 2026 ഒരുപക്ഷെ ശക്തമായ മുന്നേറ്റമായിരിക്കും കേരളത്തിൽ കാണാൻ പോകുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ബി ജെ പിയുടെ രാഷ്ട്രീയം, ബി ജെ പി പർട്ടിക്കുലർലി കഴിഞ്ഞ ഒരു ദശകമായിട്ട് വളരെ ഒരു ദശകം ഒന്നുമല്ല, അതിനു മുമ്പ് എന്ന് പറയാം. കാരണം 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ അതിൻ്റെ സൂചനകൾ ബി ജെ പി കാണിച്ച് തുടങ്ങിയതാണ്. ബി ജെ പി പൊളിറ്റിക്സ് വളരെ സസൂക്ഷ്മം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ 2011 പോലും നിയോജക മണ്ഡലം ജയിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് വരെ എത്തിക്കുവാൻ വേണ്ടിയിട്ട് സാധിച്ചു. കാട്ടാക്കട പോലൊരു മണ്ഡലത്തിൽ ആദ്യമായിട്ട് 20,000-ന് മുകളിലേക്ക് വോട്ട് പോകുന്നൊരു സാഹചര്യം ഉണ്ടാക്കി. അതുപോലെ തന്നെ പാലക്കാടായിരുന്നാലും ശരിയാണ്, വളരെ സീരിയസ് ആയിട്ടൊരു ഫൈറ്റ് കേരളത്തിൽ ബി ജെ പി 5-6 മണ്ഡലങ്ങളിൽ നടത്തുന്ന ഒരു സാഹചര്യം. അതിന് മുമ്പൊന്നും അത്രയ്ക്കൊന്നും അങ്ങോട്ട് പോയിട്ടില്ല. മഞ്ചേശ്വരവും കാസർഗോഡും ഏതെങ്കിലും തിരുവനന്തപുരം ഈസ്റ്റം വിട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു ഇതിലേക്ക് പോയിട്ടില്ല. അതുപോലെ തന്നെ 2010 കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ബി ജെ പി 2005 0 6 വന്നു. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം 2 ഉപതെരഞ്ഞെടുപ്പുകൾ വന്നു, നെയ്യാറ്റിൻകരയും അരുവിക്കരയും. ഈ രണ്ടും വളരെ സീരിയസ് ആയിട്ടാണ് ബി ജെ പി ഫൈറ്റ് ചെയ്തത്. 5000 വോട്ട് മാത്രം ഉണ്ടായിരുന്നിടത്ത് രണ്ടിടത്തും 30,000-ന് പുറത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ ബി ജെ പി വലിയൊരു സ്പേസും വാർത്തയും കേരളത്തിലാകമാനം ക്രിയേറ്റ് ചെയ്യുന്നതിനകത്ത് ബി ജെ പി അന്ന് വിജയിച്ചു. അതിൻ്റെ ഒരു തുടർച്ചയാണ് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിനകത്ത് നമ്മൾ കണ്ടത്. ഒ രാജഗോപാൽജി വളരെ നാരോ മാർജിനിൽ 15,000 വോട്ട് മാത്രം വരുന്നൊരു മാർജിനിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടെ നിന്ന് ഇങ്ങോട്ട് ബി ജെ പിയുടെ ഒരു ഗ്രാഫ് എപ്പോഴും മുകളിലേക്ക് തന്നെയാണ് പോകുന്നത്. പിന്നെ ചില സമയത്ത് അതൊന്ന് സ്റ്റഡിയാവും, വീണ്ടും ഒരു ഹൈക്കുണ്ടാവും. ഇങ്ങനെ ഒരു പോക്ക് പോകുന്നുണ്ട്. അത് 2016 14-15% എത്തി. 2024 എത്തിയപ്പോഴേക്കും 8 വർഷം കൊണ്ട് അത് 20% തൊടുന്ന സാഹചര്യമുണ്ട്. തീർച്ചയായിട്ടും പുതിയ മേഖലകളിലേക്കും പുതിയ സാഹചര്യങ്ങളിലേക്കും പുതിയ രാഷ്ട്രീയമായിട്ടുള്ള ചവിട്ടുപടികളിലേക്കും ബി ജെ പി കയറും എന്ന സംശയമില്ല. ഇതിനകത്തൊരു മുന്നേറ്റം കുറിക്കുന്നതിൻ്റെ ഘടകങ്ങളായിട്ട് നമ്മൾ പലപ്പോഴും പറയുന്നത്, ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തന്നെ ഈ പലയിടങ്ങളിലും CPM കേന്ദ്രങ്ങളിൽ തന്നെ ബി ജെ പിക്ക് ഒരു കടന്നുകയറ്റം ഉണ്ടായി എന്ന് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ തുറന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഈഴവ വോട്ടുകളിൽ ഒക്കെ തന്നെ വലിയ ചോർച്ച സംഭവിച്ചു. അതൊന്ന്. അതുപോലെ തന്നെ ഈ ന്യൂനപക്ഷ വോട്ടുകൾ കൂടുതലായിട്ട് സമാഹരിക്കാൻ കഴിയും എന്നൊരു പ്രത്യാശയും നിൽക്കുന്നില്ലേ? അത് ചരിത്രപരമായിട്ട് തന്നെ ഈ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഒരു ഹിന്ദു പാർട്ടിയായിട്ടാണ് കേരളത്തിൽ നിലനിന്നിരുന്നത്. ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആദ്യ രൂപമായിരുന്ന NDF, അതൊരു നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്നെന്തോണം അവർ പേരിട്ടിരുന്നെങ്കിലും ശരിക്കും അതിൻ്റെ പേര് നാദാപുരം ഡിഫൻസ് ഫോഴ്സ് എന്നായിരുന്നു. അതായത് ആ മലബാർ മേഖലയിലുള്ള മുസ്ലിംസും അവിടെയുള്ള ഹിന്ദുസും പർട്ടിക്കുലർലി തീയന്മാരും തമ്മിലുള്ള ഒരു പോരാട്ടത്തിൻ്റെ ഒരു ബാക്കി പത്രമാണ് ഈ നാദാപുരം ഡിഫൻസ് ഫോഴ്സ് എന്ന് പറയുന്നത് ഉണ്ടാവുകയും പിന്നെ അത് NDF ആവുകയും പിന്നെ അത് നമ്മളറിയുന്ന NDF ആവുകയും പിന്നെ അത് പോപ്പുലർ ഫ്രണ്ടായിട്ട് മാറുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി വരുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു കുറച്ച് നാളുകളായിട്ട് ഇപ്പോൾ CPMൻ്റെ അണികളെ CPM കാലങ്ങളായി വിശ്വസിപ്പിച്ചിരുന്ന ഒന്നുണ്ട്. ഞങ്ങൾ വലിയ മാനവികവാദികളാണ്. അവരുടെ നേതൃത്വം അണികളെ വിശ്വസിപ്പിക്കും, ഞങ്ങൾ വലിയ വിപ്ലവകാരികളാണ്. ഇതൊക്കെ ഫേക്കാണ് എന്നുള്ള കാര്യം ഈ അടുത്ത കാലത്തായിട്ട് പർട്ടിക്കുലർലി ഇൻ്റർനെറ്റ് കുറച്ചുകൂടി പോപ്പുലർ ആയതിന് ശേഷം ഈ മാനം നഷ്ടപ്പെട്ടു പോയ ഒരു വിഭാഗമാണ് CPMൻ്റെ താത്വിക ആചാര്യന്മാരെന്ന് പറയുന്നത്. അവരെപ്പോഴും പലസ്തീന് വേണ്ടി മാത്രം സംസാരിക്കും. അവരൊരിക്കലും സിറിയയ്ക്ക് വേണ്ടിയിട്ടോ അല്ല ലെബനന് വേണ്ടിയിട്ടോ ഒന്നും അവർ സംസാരിക്കുന്നത് നമ്മൾ കാണലില്ല. അവരൊരിക്കലും കശ്മീരിലെ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് അവർ സംസാരിക്കുന്നത് നമ്മൾ കാണലില്ല. പകരം അവരെപ്പോഴും ആരാണോ വേട്ടയാടുന്നത് അവർക്ക് വേണ്ടി മാത്രം പോയി നിന്ന് സംസാരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മളെല്ലായിടത്തും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവസാനം പിണറായി വിജയൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെന്നാണ്, ഇസ്രായേൽ തെമ്മാടി രാജ്യമാണ്, ഇറാനെ അറ്റാക്ക് ചെയ്തതിന് പറയുന്നത്. ഇറാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം സൗഹൃദ രാജ്യമൊക്കെ തന്നെയാണ്. ഇസ്രായേൽ അതിനേക്കാളും കുറച്ചുകൂടിയും സൗഹൃദ രാജ്യമാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഏതൊരു വിഷയത്തിലും ഓപ്പണായിട്ട് നമുക്ക് അനുകൂലമായി, ഭാരതത്തിന് അനുകൂലമായി നിലപാടെടുക്കുന്നതാണ്. പക്ഷേ ഇറാനെ അല്ല പിണറായി അറ്റാക്ക് ചെയ്യുന്നത്, പകരം ഇസ്രായേലിനെ. അത് മതം മാത്രമാണ് അതിനകത്ത് കാരണമുള്ള.
കേരളത്തിനകത്ത് 25% മുസ്ലിങ്ങൾക്ക് പകരം ഒരു 25% ജൂതരാണ് ഉണ്ടായിരുന്നതെന്നുണ്ടെങ്കിൽ പിണറായി പറഞ്ഞേനെ ഇറാൻ തമ്മാടി രാജ്യമാണെന്ന് പറഞ്ഞേനെ. ഇത്ര മാത്രം കണ്ടന്റ് അവരുടെ ആശയത്തിനുള്ളൂ. ഈ കാര്യം അണികൾക്ക് ഒരു പരിധി വിട്ട് ബോധ്യപ്പെട്ട് തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് അണികൾ അവിടെ നിന്ന് വിടും. ഇതൊരു യാഥാർത്ഥ്യമാണ്. അവരെ പിടിച്ചു നിർത്താൻ വേണ്ടി സാധിക്കില്ല. പിന്നെ CPM കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കേരളത്തിൽ അനുവർത്തിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയമാണ്. ഇപ്പോൾ അവർ എന്തായിരുന്നു എൻ്റെ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം കൊണ്ടുവരാൻ പോയി സമസ്ത കണ്ണൂരിട്ടി. അപ്പോൾ തന്നെ ശിവൻകുട്ടി പറഞ്ഞു, ഞങ്ങൾക്ക് ജെൻഡർ ന്യൂട്രൽ ഒന്നുമില്ല, ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ പോകാനേ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അതെ സ്കൂൾ സമയത്തിൻ്റെ കാര്യം പറഞ്ഞു, 4:30 മണി വരെ ആക്കുന്നു, അതാക്കുന്നു, ഇതാക്കുന്നു എന്ന് പറഞ്ഞു. ഹിന്ദു സംഘടനകളോ ക്രൈസ്തവ സംഘടനകളോ ഇവിടെ വേണ്ടിയിട്ടില്ല, മുസ്ലിം സംഘടനകൾ വീണ്ടും പോയി കണ്ടുപിട്ടെ, ഞങ്ങളുടെ മതപഠനത്തിനെ ബാധിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അങ്ങനെ ആക്കാൻ നിശ്ചയിച്ചിട്ടില്ല. അപ്പോൾ എന്തൊരു വിഷയം എടുത്തിരുന്നാലും ശരി തന്നെയാണ്, അവിടുന്ന് ഒരു കണ്ണുരുട്ടൽ വരുമ്പോഴേക്കും വാലിന് ചുരുട്ടുവാൻ വേണ്ടി മാത്രമുള്ള വിപ്ലവമേ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുള്ളൂ എന്നുള്ള ബോധ്യം സാധാരണ അണികൾക്ക് വന്നു തുടങ്ങുമ്പോൾ അവരിത് യഥാർത്ഥത്തിൽ വിശ്വസിച്ചിരിക്കുന്നതാണ്. എന്താ, ഞങ്ങളുടെ പാർട്ടി വലിയ വിപ്ലവ പാർട്ടിയാണ്, ഞങ്ങളുടെ പാർട്ടി എല്ലാവർക്കുമെതിരെ ഒരേപോലെ നിലപാട് സ്വീകരിക്കുന്നവരാണ് എന്ന് അവരുടെ പ്രവൃത്തിയിലൂടെ അല്ല എന്ന് തെളിയിച്ച് കഴിയുമ്പോൾ സ്വാഭാവികമാണ്. ഈ കേരളത്തിലെ ക്രൈസ്തവ വോട്ടുകൾ കൂടുതൽ BJP സമാഹരിക്കും എന്നൊരു അഭിപ്രായമുണ്ട്. ഇതിനകത്ത് എത്രത്തോളം കൂടുതലായിട്ട് സമാഹരിക്കാൻ കഴിയും മുൻകാലങ്ങളെ അപേക്ഷിച്ച്? കാരണം എല്ലാ സഭകളുമായിട്ടും BJP വലിയൊരു സൗഹൃദം നിലനിർത്തുന്നുണ്ട്. നമുക്കറിയാം, പ്രധാനമന്ത്രിയും അമിത്ഷായും ഒക്കെ വരുമ്പോൾ ബിഷപ്പുമാർ എത്തി കാണുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നീട് പല ക്രൈസ്തവ നേതാക്കന്മാരെയും മുൻനിരയിൽ നിർത്തുകയും ചെയ്തിട്ടുണ്ട്. PC ജോർജ് ആയാലും, ഷോൺ ജോർജ് ആയാലും, അനിൽ ആൻ്റണി ആയാലും, അതുപോലെ ജേക്കബ് തോമസിനെയും ഒക്കെ തന്നെ. ഇതൊക്കെ ഒരു നേട്ടമായിട്ടല്ലേ മാറാൻ പോകുന്നത്? അല്ല, ഇതിനകത്ത് അത് കുറച്ചുകൂടി നമ്മൾ ഈ താത്വികമായി ചില വിഷയങ്ങളെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ക്രൈസ്തവ സഭകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ ഇസ്ലാമും ക്രിസ്ത്യാനിറ്റി ഇന്ത്യയിലുള്ളൊരു വലിയ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഇസ്ലാമിനൊരു ഏക സ്വഭാവമാണ്, ക്രൈസ്തവർക്ക് അങ്ങനെ ഒരു ഏക സ്വഭാവമില്ല. പല സഭകൾക്ക് പല വിഷയങ്ങളിൽ പല നിലപാടുകളാണ്. അപ്പോൾ BJP അല്ലെങ്കിൽ സംഘപരിവാറും ഈ പറയുന്ന ക്രൈസ്തവ സംഘടനകളുമായി നിലനിന്നിരുന്ന ഒരു അഭിപ്രായ വ്യത്യാസം എന്ന് പറയുന്ന ഏക അഭിപ്രായ വ്യത്യാസം അത് മതപരിവർത്തന വിഷയത്തിൽ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അല്ലാത്ത വിഷയങ്ങളിൽ ഒന്നിലും തന്നെ ഈ പറയുന്ന ക്രൈസ്തവ സംഘടനകളുമായിട്ട് സംഘപരിവാറിനോട് ഈ പറയുന്ന ക്രൈസ്തവ സംഘടനകൾക്കോ ഒരു എതിരഭിപ്രായം ഉണ്ടായിരുന്നില്ല. ആ നിലപാട് ഇപ്പോഴും സംഘപരിവാർ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ആ നിലപാടിനകത്ത് ഒരു മാറ്റവും ഈ പറയുന്ന BJP ആവട്ടെ RSS ആവട്ടെ മറ്റാരും വരുത്തിയതായിട്ട് എൻ്റെ അറിവിലില്ല. ഈ പറയുന്ന മുഖ്യധാര ക്രൈസ്തവ സഭകളെല്ലാം തന്നെ ഞങ്ങൾ മതപരിവർത്തനത്തിനെതിരാണ് എന്ന് തന്നെയാണ് അവരും പറയുന്നത്. ഞങ്ങൾക്ക് മറ്റൊരു മതത്തിലുള്ള ആളെ അനാവശ്യമായി പോയി എന്തെങ്കിലും പ്രലോഭിപ്പിച്ച് മതം മാറ്റുന്നതിനോട് താല്പര്യമില്ല എന്നുള്ള നിലപാട് തന്നെയാണ് മിക്ക ക്രൈസ്തവ സഭകളും എടുത്തിട്ടുമുള്ളത്. അപ്പോൾ ആ അഭിപ്രായ വ്യത്യാസം എന്നുള്ളതിൻ്റെ മതിലിൻ്റെ കട്ടി അവിടെ വളരെ ചുരുങ്ങി വരികയാണ്. മാത്രമല്ല, ഒട്ടുമുക്കാൽ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ദേശീയതയോടൊപ്പം ചേർന്ന് നിൽക്കുവാനാണ് സാധാരണ ക്രൈസ്തവർ താല്പര്യപ്പെടുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം BJPയെ കുറിച്ചിട്ട് അവരുടെ ഇടയിൽ ഒരു വലിയ തെറ്റിദ്ധാരണ പടർത്തുക, ഇവർ നിങ്ങളെ കൊല്ലാൻ വേണ്ടി നിൽക്കുന്നവരാണ്, ഇവർ നിങ്ങളെ പള്ളിയിൽ പോകുമ്പോൾ നിങ്ങളെ തല്ലാൻ നിൽക്കുന്ന ആൾക്കാരാണ് എന്നുള്ള തലത്തിലുള്ള ഒരു നറേറ്റീവ് അവരുടെ ഇടയിൽ ബിൽഡ് ചെയ്ത് വെക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം, ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമം ഇവിടുത്തെ ഇടതു വലതു മുന്നണികളുടെ ഭാഗത്തു നിന്ന് കാലാകാലങ്ങളായിട്ട് ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ തെറ്റിദ്ധാരണ മാറണമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് കൂടുതലായിട്ട് റീച്ച് ഔട്ട് ചെയ്യുമ്പോൾ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. ആ റീച്ച് ഔട്ടിങ്ങിനുള്ള ഒരു പ്രോസസ്സ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നടക്കുന്നുണ്ട്. അതിപ്പോൾ കുമ്മനം രാജശേഖരൻജി പ്രസിഡന്റ് ആയിരുന്നപ്പോഴും, ശ്രീധരൻപിള്ള സാറ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴും, സുരേന്ദ്രേട്ടൻ പ്രസിഡന്റ് ആയപ്പോഴും, ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർജി പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും എല്ലാം ആ ഒരു തുടർച്ച വളരെ കൃത്യമായിട്ടുണ്ടാകുന്നുണ്ട്. അപ്പോൾ നിരന്തരം നമ്മൾ അവരുമായി സമ്പർക്കത്തിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളെക്കുറിച്ചിട്ടുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അവർക്ക് മാറും. ഒരു തേർഡ് പാർട്ടി അവരോട് ഉപദേശിക്കേണ്ടതില്ല, ഇവരിങ്ങനെയാണ്, നമ്മളോട് നേരിട്ട് ചോദിക്കാവുന്നതേ ഉള്ളൂ. നമ്മളും വളരെ ഓപ്പണായിട്ട് തന്നെ അവരോട് സംസാരിക്കുന്നതാണ്. നമുക്ക് എന്തെങ്കിലും എതിരഭിപ്രായം അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇന്ന വിഷയത്തിൽ മാത്രമേ ഉള്ളൂ. അവരും തീർച്ചയായിട്ടും ആ വിഷയത്തിനകത്ത് ചർച്ച നടത്തുവാൻ തയ്യാറാണ്. സ്വാഭാവികമായി വളരെ ജെനുവിനായിട്ട് ആ വിഷയം അവിടെ മുമ്പോട്ട് പോകുന്നുണ്ട്. ഞാൻ വളരെ ജെനുവിനായിട്ടാണ് ആ വിഷയത്തിനകത്ത് ഞാൻ സംസാരിച്ചത്. അല്ലാണ്ട് എനിക്ക് വേണമെങ്കിൽ അത്തരം വിഷയങ്ങളെക്കുറിച്ച് പറയാതെ തന്നെ ഇരിക്കും. പക്ഷേ വളരെ ജെനുവിനായിട്ടുള്ളൊരു അപ്രോച്ച് ആ വിഷയത്തിനകത്ത് എല്ലാ ഭാഗത്തു നിന്നും നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ഈ 2026 ബി ജെ പി ഒരു വ്യക്തമായ രീതിയിൽ ഒരു ഇടം പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റ് രണ്ട് മുന്നണികൾക്കും ശോഷണം സംഭവിക്കും. അങ്ങനെ വരുമ്പോൾ ഘടകകക്ഷികളൊക്കെ ഒരുപക്ഷെ NDA മുന്നണിയിലേക്ക് ചേക്കേറാനുള്ള സാധ്യതയും കാണാൻ കഴിയും. തീർച്ചയായിട്ടും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 2006 വരെ BJP 6% വോട്ടിൽ മാത്രം നിൽക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ 94% വോട്ടും പൊയ്ക്കൊണ്ടിരുന്നത് ഈ രണ്ട് മുന്നണികൾക്കാണ്. 47% വെച്ച് അവർക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അവിടെ നിന്ന് അവർ കുറഞ്ഞ് 40 എന്നൊക്കെ ഉള്ള തലത്തിലേക്ക് അവർ വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അത്രയും വലിയൊരു വോട്ട് ഷെയറിലേക്ക് BJP വളർന്നു കയറാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ഒരു 5-10 കൂടി നമുക്ക് കടന്നു കയറാൻ വേണ്ടിയിട്ട് സാധിച്ചാൽ തീർച്ചയായിട്ടും ഇവിടുത്തെ മുന്നണി സംവിധാനങ്ങളിൽ വലിയ ഒരു ഉലച്ചിലുണ്ടാകാൻ വേണ്ടിയിട്ട് അത് കാരണമാകും. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന പല ഘടകകക്ഷികളും അവിടെ നിന്ന് ഇവിടേക്ക് വരാനും, ഇപ്പോൾ കേന്ദ്രത്തിനകത്ത് ഒരു മന്ത്രിയാകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആകാൻ, അല്ല കേരളത്തിൽ തന്നെ സംസ്ഥാനത്ത് ഒരു മന്ത്രിസഭ രൂപീകരിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാനും ഒക്കെ അവർ തയ്യാറാവും. ഓക്കെ, നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.